resurrection. ആമേൻ. ഉയർത്തെഴുന്നേൽപ്പിനെ So കുറിച്ചാണ്. today's message is resolving resurrection. ഇന്ന് പകൽക്കാലത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് പോലും റിസോൾവിംഗ് റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മനസ്സിലാക്കുക. We did resolving salvation last week. കഴിഞ്ഞ ആഴ്ച നാം രക്ഷയെക്കുറിച്ച് പഠിക്കുവാനിടയായി. And today we are resolving resurrection. ഇന്ന് പകൽക്കാലം ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നാം പഠിക്കുവാൻ. And this will be one important piece of understanding for each one of us. ഇത് നാം ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. I think all the youths, kids, adults, elders, everybody should pay undivided attention for this important thing as we resolve resurrection. ഈ ഒരു വിഷയം നാം പഠിക്കുമ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, പ്രായമുള്ളവർ എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. We have few guests with us today. We are so happy that you are with us. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി നമ്മളോടൊപ്പം ആയിരിക്കുന്ന ചിലരുണ്ട്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾ ഒരുപാട് We സന്തോഷിക്കുന്നു. welcome you all. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. We as church will love when you people come and show us, show up in this church. We are so blessed to have you here today. നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി കൂടി വരുമ്പോൾ നിങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളതാണ്. We'll be mentioning those names of guests a little later after the sermon time, but thank you so much for being with us. സന്ദേശത്തിന് ശേഷം നാം അവരെ പേര് വിളിച്ച് നമ്മൾ അവനെ Especially those who are watching us online. If you are for the first time watching us online, make sure you be a family of Calvary Assembly. We bless you all and we speak blessings in all of your life. ഓൺലൈനിൽ കൂടെ വിവിധ മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളെ ശ്രവിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ ഫാമിലിയിൽ നിങ്ങളും ഒരു പങ്കാളികൾ ആകുവാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു. So why is this topic called resurrection very important? ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു വിഷയം ഇത്ര പ്രാധാന്യം എന്തിനാണ്? I don't think in our Pentecostal realms or even in a charismatic realm we talk a lot about or teach a lot about resurrection. ആമേൻ. നമ്മുടെ പെന്തക്കോസ്ത് കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ ഉണർവ് യോഗങ്ങളിൽ ഒന്നും ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അധികം ശുശ്രൂഷിക്കാറില്ല. We don't talk because we feel like everybody knows everything. അത് എല്ലാവർക്കും സകലതും അറിയാമെന്ന് നാം ഒരു ചിന്തയുണ്ട്. Hope let's see how much we know about നമുക്ക് it. എന്തുമാത്രം അറിയാമെന്ന് നമുക്കൊന്ന് നോക്കാം. Okay, resurrection is another central teaching of Christian faith. ആമേൻ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ മറ്റൊരു ആധാരമായ ഒരു പഠിപ്പീരാണ് ഉയർത്തെഴുന്നേൽപ്പ്. Okay, listen very carefully. ശ്രദ്ധിച്ച് കേൾക്കണമേ. No gadgets, no phones, nothing but listen over here. ആമേൻ. മറ്റ് ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. This is very important. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. So all the rest of the duties and arrangements we'll do after 12. ആമേൻ. 12 മണിക്ക് ശേഷം നമുക്ക് ചെയ്യേണ്ട മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ചെയ്യാം. Okay, so resurrection, if you delete resurrection from Bible, this is good for nothing. ആമേൻ. നാം ഉയർത്തെഴുന്നേൽപ്പ് വചനത്തിൽ നിന്ന് എടുത്തു കളയുവാണെങ്കിൽ പിന്നെ ഈ വചനം ഒന്നിനും കൊള്ളാതെ വരും. The whole faith of our life is based on one fact called resurrection. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം ആധാരമായി കേന്ദ്രമായിരിക്കുന്നത് അത് ഈ ഉയർത്തെഴുന്നേൽപ്പിലാണ്. One of the famous statement of Jesus is, I am the resurrection and the life, and who believes in me will live even if he dies. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അതിപ്രശസ്തമായ ഒരു വാചകം ഇപ്രകാരമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Now listen, everybody listen here. ശ്രദ്ധിച്ചു കേൾക്കണേ. Resurrection, or the fact resurrection means like coming alive from death. ആമേൻ. റിസറക്ഷൻ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ അർത്ഥം ഇപ്രകാരമാണ്, മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവങ്കിലേക്ക് വരിക. Now let me ask you a very sincere question. ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ. Very sincere question. ആമേൻ. സിൻസിയർ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. I don't want to see hands. ആമേൻ. കരങ്ങളൊന്നും ഉയർത്തണ്ട. Do you really believe in resurrection? നിങ്ങൾ യഥാർത്ഥമായി ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നു? Really? ആമേൻ. Do you, or is for youth especially, when you live in this era, college, you go to schools, you hear a lot of philosophies. Do you really think a thing called resurrection exists? പ്രത്യേകിച്ച് യുവജനങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ, കോളേജ്, അനേക പഠിപ്പീരുകൾ, ഫിലോസഫികളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥമായി ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നു? Now can I get some hands? ഇനി എനിക്ക് ചില കരങ്ങളൊന്ന് കാണുവാൻ കഴിയുമോ? ആമേൻ. ഹല്ലേലൂയ. And I want to tell you something. ആമേൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. If you don't believe that factor, ആമേൻ, നിങ്ങൾ ആ ഒരു കാര്യം വിശ്വസിക്കുന്നില്ലെങ്കിൽ, no matter what you do, നിങ്ങൾ പിന്നെ എന്തു തന്നെ ചെയ്താലും
There is no sense. ആമേൻ. പിന്നെ അതിൽ ഒരു അർത്ഥവുമില്ല. So resurrection is important. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് Now I want to tell പ്രാധാന്യമുള്ളതാണ്. you, we are living after 2000 years of Jesus' birth and death. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം മരണത്തിന് ശേഷം ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷമാണ് നാം ആയിരിക്കുന്നത്. Right? ആമേൻ. For us to believe that this man died and resurrected, this is something that we have to believe. ആമേൻ. 2000 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കണമെങ്കിൽ അതൊരു വിശ്വാസമാണ്. Today it's a belief. ആമേൻ. ഇന്ന് അതൊരു വിശ്വാസമാണ്. But do you know the first 400 years of after the death and resurrection of Jesus, it was not a belief, but that was a fact. ആമേൻ. ആദ്യത്തെ 400 വർഷക്കാലം കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അന്നതൊരു വിശ്വാസമല്ലായിരുന്നു, അത് അന്നൊരു Up till 400 years. ആമേൻ. ആദ്യത്തെ 400 വർഷക്കാലം 400 വർഷത്തോളം അതൊരു വിശ്വാസമല്ലായിരുന്നു, പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിരുന്നു. Okay, listen very carefully, listen here. ശ്രദ്ധിച്ചു കേൾക്കണമേ. Why what I said? ഞാൻ എന്താണ് പറഞ്ഞത്? It was a fact. They don't need to believe that. That was a fact for 400 years. അതവർക്ക് പ്രത്യേകിച്ച് വിശ്വസിക്കണമെന്നുമില്ല, അത് തെളിയിച്ച ഒരു വസ്തുതയായിരുന്നു. Okay, how many of you have seen like grandfathers? How many grandfathers you have seen? Like I have seen my grandfather, and I have seen my grandmother's father too. That was the only grandmother's father I have seen. So how many generations you might have seen? Just think about that. That grandfather, what has happened in his life, how he played harmonium, how he used to sing. I do remember that. ആമേൻ. നമ്മൾ എത്ര പേർ നമ്മുടെ വല്യപ്പച്ചൻ്റെ അപ്പച്ചന്മാരെയൊക്കെ നാം എത്ര പേർ കണ്ടിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ വല്യപ്പച്ചൻ്റെ മാതാവിൻ്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. So what he have gone through, I am witness to that. So that generation has gone. My dad's and mom's, my Appachan Ammachi's generation has gone after that. And then my dad and mom's generation has gone. And now I am in my generation. I've told this to my kids too. ആമേൻ. 4 തലമുറകൾ മുമ്പേ നടന്ന സംഭവം ഞാൻ കണ്ടതാണ്. അത് അനേക തലമുറകൾ കൈമാറി ഞാൻ അറിഞ്ഞു. അത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുത്തു. So what my great grandfather did, I don't have to believe that. That is a fact for me. എൻ്റെ വലിയപ്പച്ചൻ ചെയ്ത കാര്യം അതെനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊരു വസ്തുത തന്നെയാണ്. Are you with me? Are you with me? Come on. ആമേൻ. Come on. നിങ്ങൾ ശ്രദ്ധിച്ചു Hello, കേൾക്കുന്നുണ്ടോ? hello, hello. Are you with me? ആമേൻ. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? All right. So when Jesus died and rose again, resurrected, while Paul was writing 1 Corinthians, and that is the topic today we are going to deal. Let's read that first. 1 Corinthians chapter 15 verse 50 till 58. We are not reading all the verses, but few verses. Can you see from all the way from there? Let's read it together. Come on, let's read it together. Amen. Now this I say, brethren, that flesh and blood cannot inherit the kingdom of God, nor does corruption inherit incorruption. Behold, I tell you a mystery. We shall not all sleep, but if we shall be changed in a moment, in a twinkling of an eye, at the last trumpet. For the trumpet will sound, and the dead shall be raised incorruptible, and we shall be changed. For this corruptible must put on incorruption, and this mortal must put on immortality. All right. So Paul, while writing 1 Corinthians, do you know? Okay, what was the first book written in New Testament? ആമേൻ. പുതിയ നിയമത്തിൽ എഴുതിയ ആദ്യത്തെ പുസ്തകം എന്തായിരുന്നു? Come on, say. Kiss. It was James. Mark was the first gospel. ആമേൻ. യാക്കോബിന്റെ ലേഖനമാണ് ആദ്യം എഴുതിയത്. മർക്കോസ് ആണ് ആദ്യത്തെ സുവിശേഷം. Among gospels, Mark was the first. സുവിശേഷങ്ങളിൽ ആദ്യത്തെ സുവിശേഷം The മർക്കോസിന്റെയായിരുന്നു. first book that was written was James. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം അല്ലെങ്കിൽ ലേഖനം അത് യാക്കോബിന്റെ ലേഖനമായിരുന്നു. Second book, രണ്ടാമത്തത് Galatians. Don't go to Google. Galatians. ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ് രണ്ടാമത്. Who wrote that? ആരാണ് അത് എഴുതിയത്? Paul wrote. അപ്പോസ്തലനായ പൗലോസ് ആണ് എഴുതിയത്. Then 1st and 2nd Thessalonians. അതിനുശേഷം 1ഉം 2ഉം തെസ്സലോനിയർക്ക്. And that was, who was the author? അതിന്റെ എഴുത്തുകാരൻ ആരാണ്? Paul. പൗലോസ്. And then came Mark. അതിനുശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. Then came Matthew. അതിനുശേഷം മത്തായി സുവിശേഷം വന്നു. After that came 1st and 2nd Corinthians. അതിനുശേഷം 1 Corinthians.
ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം So അതിനുശേഷം 1 Corinthians is almost like fifth book in New Testament. ആമേൻ. പുതിയ നിയമത്തിലെ അഞ്ചാമത് എഴുതിയ പുസ്തകം എന്ന് വേണമെങ്കിൽ ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമുക്ക് കാണാം. Somewhere close to 50 AD. ആമേൻ. 50 AD ആയപ്പോൾ ആണ് അത് എഴുതുന്നത്. When Paul was writing this, ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ഇത് രചിക്കുന്ന സമയത്ത് it was only up to AD 50. Now listen, Jesus died probably AD 30, 33, somewhere close to that. ആമേൻ. AD 30, 33 കർത്താവായ യേശുക്രിസ്തു മരിക്കുന്നത്. And resurrected on the same after 3 days. ആമേൻ. 3 ദിവസത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. Just after 20 years, Paul is writing this. 20 വർഷത്തിന് ശേഷമാണ് പൗലോസ് ഇത് എഴുതുന്നത്. And when Paul was writing this, പൗലോസ് ഇത് രചിക്കുമ്പോൾ, come on everybody, listen this very carefully. ശ്രദ്ധിച്ചത് കേൾക്കണമേ. When Paul was writing this, പൗലോസ് ഇത് എഴുതുമ്പോൾ he wrote this. ഇപ്രകാരം എഴുതി: Jesus Christ rose again and he appeared to disciples and apostles and to more than 500 peoples other than apostles and disciples. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അത് കൂടാതെ മറ്റ് 500 പേർക്കും ദൈവം പ്രത്യക്ഷനായി, കർത്താവ് പ്രത്യക്ഷനായി എന്ന് And when പറയുന്നു. Paul writes it very clear, ആമേൻ. പൗലോസ് അത് വ്യക്തമായി എഴുതുകയാണ്. few of them are still alive. അവരിൽ ചിലർ ഇപ്പോഴും ജീവനോടെയുണ്ട്. Because how many years now? ആമേൻ. എത്ര വർഷമായി ഇപ്പോൾ? 20 years. 20 വർഷമേ ആയുള്ളൂ. So he writes, few of them are still alive. ആ കണ്ടവരിൽ അനേകർ ഇപ്പോഴും ജീവനോടെയുണ്ട്. So why Paul was writing this? എന്തിനാണ് പൗലോസ് പിന്നെ ഇത് എഴുതുന്നത്? Now there was another issue. ആമേൻ. ഇപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. In Church of Corinth, ആമേൻ. കൊരിന്ത്യ സഭയിൽ there is a problem now. അവിടെ ഒരു പ്രശ്നം The ഉടലെടുക്കാനിടയായി. problem in the Church of Corinth was this. ആമേൻ. കൊരിന്ത്യ സഭയിലുള്ള പ്രശ്നം ഇതാണ്. They don't have a doubt of Jesus resurrected. ആമേൻ. അവർ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിൽ ഒരു സംശയമില്ല. No, there is no doubt. അവർക്ക് ഒരു സംശയം പോലുമില്ല. Because they know it was a fact. കാരണം അവർക്ക് യാഥാർത്ഥ്യം എന്ന രീതിയിൽ അവർക്കറിയാം. They don't need to believe that Jesus resurrected. അവർക്ക് ഇനി പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. That was a fact. അത് തെളിയിക്കപ്പെട്ട And വസ്തുതയാണ്. this fact was considered for 400 years. ഈ ഒരു വസ്തുത 400 വർഷക്കാലം അവർ So വിശ്വസിച്ചിരുന്നു. up till 400 years there was no debate about resurrection of Jesus Christ. 400 വർഷക്കാലം ക്രിസ്തുയേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഒരു തർക്കവുമില്ല. There was no debate. ഒരു തർക്കവുമില്ല. But there was another debate. പക്ഷേ അതിനുള്ളിൽ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. In next 20 years the debate started. ആമേൻ. 20 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു തർക്കം ഉളവെടുത്തു. And that debate was in Church of Corinth. ആമേൻ. ഇത് കൊരിന്ത്യ സഭയിലാണ് ഈ പ്രശ്നം. The debate was this. ഇപ്രകാരമായിരുന്നു ആ തർക്കം. I mean, Jesus resurrected, that we know. ആമേൻ. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അത് നമുക്ക് നന്നായി അറിയാം. We will not have a resurrection. പക്ഷേ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ടാകുകയില്ല. We will not have a resurrection. നമുക്ക് അപ്രകാരം സംഭവിക്കുകയില്ല. This was the confusion. ഇതായിരുന്നു അവിടുത്തെ പ്രശ്നം. They didn't have to believe the resurrection of Jesus. അവർ കർത്താവിൻ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. That was a fact. അതൊരു യാഥാർത്ഥ്യമായിരുന്നു. But their resurrection they had to believe. പക്ഷേ അവരുടെ റിസറക്ഷൻ, അവർ ഉയർത്തെഴുന്നേൽപ്പ് അവർക്ക് And they വിശ്വസിക്കേണ്ടതുണ്ട്. cannot believe. പക്ഷേ അത് അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. They said this life is over. When we die, everything is over. ആമേൻ. അവർ പറഞ്ഞു ഈ ജീവിതം ഒന്നേ ഉള്ളത്, മരിക്കും, അത് കഴിയും. Like few of our church folks says. ആമേൻ. നമ്മുടെ സഭയിലെ ചിലവരും അപ്രകാരം പറയും. I mean, not Calvary Assembly, church folks. ആമേൻ. കാൽവറി അസംബ്ലിയിലുള്ള അല്ല, മറ്റേ സഭ. Calvary Assembly is so good. കാൽവറി അസംബ്ലിയിലുള്ള We don't have ദൈവമക്കൾ any issue with that. നമുക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല. Okay, now listen very carefully. ശ്രദ്ധിച്ച് There കേൾക്കണമേ. are few church folks who don't believe in the resurrection. ആമേൻ. ചില സഭയിൽ പോകുന്ന വിശ്വാസികൾക്ക് ഉയർത്തെഴുന്നേൽപ്പിൽ They വിശ്വാസമില്ല. believe they are born, they live a good life, and after death everything is over. That was like a cell that came in and cell that goes out. ആമേൻ. അവർ വിശ്വസിക്കുന്നത് അവർ ജനിച്ചു, നല്ല ജീവിതം ജീവിച്ചു, മരിച്ചു, അത്രയേ ഉള്ളൂ. ഒരു സെല്ല് വന്നു, ആ സെല്ല് മരിച്ചു, അത്രയും ഉള്ളൂ. This damaged the Church of Corinth. ആമേൻ. ഈ പ്രകാരം ഒരു തർക്കം അത് കൊരിന്ത്യ സഭയെ നശിപ്പിക്കുവാനിടയായി. Paul came to know about it. പൗലോസ് ഇതിനെ കുറിച്ച് അറിഞ്ഞു. He is addressing it. ആമേൻ. പൗലോസ് അതിനെ കുറിച്ച് വിശദമായി So here എഴുതുകയാണ്. is what this is the background of this chapter. ഈ വായിച്ച ഈ അധ്യായത്തിന്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനിടയായത്. Now Paul is resolving resurrection in 3 points. ആമേൻ. 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പൗലോസ് ഈ ഉയർത്തെഴുന്നേൽപ്പിനെ വിശദീകരിക്കുകയാണ്. And what is that? എന്താണ് അതൊക്കെ? Number 1. ഒന്നാമത്തെ കാര്യം, So Paul said, there is, if you don't have any doubt about the resurrection of Jesus Christ, hold on there first. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നിങ്ങൾക്ക് ഒരു സംശയമില്ലെങ്കിൽ അത് നിങ്ങൾ മുറുകെ പിടിക്കുക. Now for us, after 2000 years, ആമേൻ. ഇനിയിപ്പോൾ 2000 വർഷങ്ങൾക്ക് ശേഷം നമുക്ക്, it's not a fact for us. അത് നമുക്കൊരു ഫാക്ട്, ഒരു വസ്തുതയല്ല. Even though it came down 2000 years, but today it is a faith for us. ആമേൻ. അത് 2000 വർഷങ്ങൾക്ക് ശേഷം കൈമാറി ഇപ്പോൾ നമുക്കൊരു വിശ്വാസ പ്രമാണമാണത്. Okay? After 400 years,
you know, when Islam came in and so some of those religion came in, they started infiltrating this theme of call whether Jesus resurrected. Then someone said Jesus went to Kashmir and married somewhere else and the kind of things and all these funny stories. It all came after 600 years. ആമേൻ 400 വർഷം Because after 600 years of Jesus Christ, Islam came. ആമേൻ കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമും മറ്റു മതങ്ങളും വന്നതിന് ശേഷം അവർ ഇപ്രകാരം പ്രചരിപ്പിക്കാനിടയായി കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല, അല്ല മരിച്ചിട്ടില്ല, മറ്റ് ദേശങ്ങളിൽ പോയി കുടുംബമായി ജീവിക്കുന്നു എന്നൊക്കെ പറയുവാനിടയായി. So somebody required 600 years even to target the fact of resurrection. ഒരു വ്യക്തിക്ക് 600 വർഷക്കാലം എടുത്തു കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ Because it കണ്ടിക്കുവാൻ. was that strong fact that Jesus died and resurrected. കാരണം അത്രയ്ക്കും ഉറപ്പായുള്ള ഒരു വസ്തുതയായിരുന്നു കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന്. Every youth should understand this. ഇവിടെ ആയിരിക്കുന്ന എല്ലാ യുവജനങ്ങളും ഇത് വ്യക്തമായി മനസ്സിലാക്കണം. എല്ലാ കുഞ്ഞുങ്ങളും ഇത് വ്യക്തമായി You മനസ്സിലാക്കണം. are not just blindly believing this. ഇത് വെറുതെ കണ്ണടച്ച് വിശ്വസിക്കുന്നതൊന്നല്ല. But Jesus died and rose again is a fact. ആമേൻ കർത്താവായ യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, അതൊരു Can യാഥാർത്ഥ്യമാണ്. you declare it today one more ഇന്ന് time? പകൽക്കാലം അത് വിളിച്ചു പറയാൻ എത്ര പേർക്ക് കഴിയും? Lift your Bible and say it is a fact. ഇന്ന് പകൽക്കാലം വചനം എടുത്തുകൊണ്ട് വിളിച്ചു പറയാൻ I കഴിയുമോ? believe അതൊരു in the word of യാഥാർത്ഥ്യമാണ്. God. ഞാൻ ആ ദൈവത്തിൽ I വിശ്വസിക്കുന്നു. believe in the word of God. ഞാൻ ആ ദൈവവചനത്തിൽ My വിശ്വസിക്കുന്നു. Jesus is not a dead God. എന്റെ കർത്താവ് മരിച്ച ഒരു ദൈവമല്ല, He is alive. ഇന്നും ജീവനോടുള്ള ഒരു Proclaim ദൈവമാണ്. He is alive. ജീവനോടെ ഇരിക്കുന്ന ദൈവം. Say Jesus is alive. ഉറക്കെ പറ യേശു ജീവിക്കുന്നു. Youth declare Jesus is യുവജനങ്ങൾ alive. വിളിച്ചു പറ യേശു ജീവിക്കുന്നു. It is a fact. അതൊരു We യാഥാർത്ഥ്യമാണ്. also believe it. നാം അതിൽ വിശ്വസിക്കുന്നു. Amen. ആമേൻ. Amen. ആമേൻ. So first you should know that we are not blindly believing this. This was a fact for long 600 years. We picked that fact from them. ആമേൻ. ഏകദേശം 600-400 വർഷക്കാലം ഇതൊരു തെളിയിക്കപ്പെട്ട വസ്തുത, ഒരു യാഥാർത്ഥ്യമായിരുന്നു. അത് നാം മുറുകെ പിടിക്കുകയാണ്. So if that is a fact, അതൊരു യാഥാർത്ഥ്യമെങ്കിൽ then 3 realities are there. അതിനോടൊപ്പം 3 യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. Reality number 1. ഒന്നാമത്തെ യാഥാർത്ഥ്യം, Christ's resurrection accomplishes impossible. ആമേൻ, അസാധ്യമായ ദൗത്യത്തെ പൂർത്തീകരിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. Okay. The first thing is, all things are done. It's all done. First thing is the impossible. There are 3 things we are going to discuss. Christ's resurrection accomplishes impossible task. Second, Christ's resurrection is life-changing. Third, Christ's resurrection has a final victory over death. 3 things we will discuss quick and fast. Number 1, Christ's resurrection accomplishes the impossible task. ഒന്നാമത്തെ യാഥാർത്ഥ്യം ഇപ്രകാരമാണ്, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് അസാധ്യമായ ഒരു ദൗത്യത്തെ പൂർത്തീകരിക്കുന്നതാണ്. Going to the portion of 1 Corinthians 15 chapter 15 verse 50. 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങിച്ചെല്ലാം. Okay, what is that? എന്താണ് അവിടെ പറയുന്നത്? You can go for further slides if you have the further slides down. It's first number 1 after that. Yes. Come on, let's read this. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. Because this is a very confusing statement. Church should understand this. നമുക്ക് ഒരുപാട് സംശയം ഉളവാക്കുന്ന ഒരു വാക്യമാണ്. നമുക്ക് ശ്രദ്ധിച്ചു വായിക്കാം. Read it. Now this I say, brethren, that flesh and blood cannot inherit the kingdom of God, nor does corruption inherit incorruption. First, a negative statement. ആമേൻ. ആദ്യം ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. Flesh and blood cannot inherit the kingdom of God. ആമേൻ. മാംസരക്തങ്ങൾ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. One of the misunderstood words in the world. ആമേൻ. ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചനഭാഗമാണിത്. Many people think when it is flesh and blood, Paul is talking about physical people cannot inherit spiritual kingdom of God. ആമേൻ. അനേകർ Physically, we cannot inherit spiritual kingdom of God. ആമേൻ. ജഡത്തിൽ ഇരിക്കുമ്പോൾ ആത്മീയമായ ദൈവരാജ്യം നമുക്ക് പ്രാപിക്കുവാൻ കഴിയില്ല എന്ന് ജനം Whenever വിശ്വസിക്കുന്നു. we hear flesh and blood, we feel I'm in a physical body. I can never inherit kingdom of God. ആമേൻ. മാംസരക്തങ്ങളിൽ ജഡരക്തങ്ങൾ നാം കേൾക്കുമ്പോൾ നാം ആദ്യം ചിന്തിക്കുന്നത് എനിക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല എന്നാണ്. No. അത് അപ്രകാരം ഒരിക്കലുമല്ല. And then Paul is coming down with what he says. ആമേൻ. എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നതെന്ന് താഴെ എഴുതുകയാണ്. Paul's reasoning was not physical would not inherit the kingdom of God, Amen. but
അമേൻ. പൗലോസ് പറയുന്നത് ഈ ഫിസിക്കലായിട്ട് ജഡത്തിലുള്ളത് അത് ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നല്ല. But what was this is fallen humanity, flesh and blood shows fallen humanity cannot inherit the kingdom of God. മാംസരക്തങ്ങൾ ജഡരക്തങ്ങൾ എന്ന് പറയുന്നത് പാപത്തിൽ വീണ ഈ ശരീരത്തിന് നിത്യ അല്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. There should be something different that has to happen. അമേൻ. ചെയ്തെടുക്കേണ്ട അല്ലെങ്കിൽ രൂപാന്തരം വരേണ്ട ചില ആവശ്യമുണ്ട്. So this first thing is that Paul is making it very clear. It is impossible task for a fallen human being who have fallen in sin could ever enjoy the spiritual kingdom of God. അമേൻ. പൗലോസ് വ്യക്തമായി അവിടെ പറയുകയാണ്, പാപത്തിൽ വീണുപോയ ഈ ജഡരക്തത്തിന് ഒരിക്കലും ആത്മീയമായ അല്ലെങ്കിൽ ആത്മാവിലുള്ള ഈ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. So Jewish people had a thought process. അമേൻ. യഹൂദന്മാർക്ക് ഇപ്രകാരം ഒരു ചിന്തയുണ്ട്, Kingdom of God will come at the end of the age. അമേൻ. യുഗാന്തത്തിന്റെ അവസാനമാണ് ദൈവരാജ്യം വരുന്നത്. Do you remember the statement of Mary, Martha, when Jesus came to Lazarus' tomb? അമേൻ. കർത്താവായ യേശുക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നപ്പോൾ മാർത്തയും മറിയയും പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Jesus said, if you believe, you will see the glory of God. And കർത്താവായ then യേശുക്രിസ്തു he will live, he will come again. Lazarus will rise again. അമേൻ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നതിൽ ദൈവത്തിന്റെ മഹത്വം കാണും, ലാസർ ഇനിയും ജീവിക്കുമെന്ന്. What Martha said? അപ്പോൾ എന്താണ് മാർത്ത പറഞ്ഞത്? Yeah. No, Lord, I know that, Lord. I know. What do you know? That he will rise again at the end of the day. That was the faith of Jewish people. അമേൻ. മാർത്ത തിരിച്ചു പറഞ്ഞു, അവസാന നാളിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ലാസർ ഉയർത്തെഴുന്നേക്കുമെന്ന്. അതാണ് യഹൂദന്മാരുടെ ഒരു ചിന്ത. So Jesus showed an impossible becoming possible. കർത്താവായ യേശുക്രിസ്തു അവിടെ അസാധ്യമായതൊന്ന് സാധ്യമാക്കി കാണിക്കുവാനിടയാക്കി. And then Jesus and Paul is saying, എന്നിട്ട് പൗലോസ് ഇവിടെ പറയുകയാണ്, Jesus' resurrection is a model for each one of us. അമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കൊക്കെ ഒരു ദൃഷ്ടാന്തമായി It is a ഇരിക്കുകയാണ്. model for അത് us. നമുക്കൊക്കെ ഒരു മോഡലായി നിൽക്കുകയാണ്. First thing is that through the death and resurrection of Jesus, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ I was fallen in sin. Because of his resurrection, now I got the rebirth, and now I am no longer fallen human being, but I am purchased by the blood of Jesus Christ. ആമേൻ. കർത്താവിന്റെ മരണം ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ പാപത്തിൽ വീണ ഞാൻ ഇപ്പോൾ രൂപാന്തരം പ്രാപിച്ച് ഇനി ഞാൻ വീണ ഒരു വ്യക്തിയല്ല, പാപത്തിൽ വീണ വ്യക്തിയല്ല, രൂപാന്തരം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. So flesh and blood cannot inherit the kingdom of God. ആമേൻ. ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം പ്രാപിക്കുവാൻ കഴിയില്ല. But in my case, പക്ഷേ എന്റെ കേസിൽ I was flesh and blood. ആമേൻ, ഞാൻ ഒരിക്കൽ മാംസരക്തമായിരുന്നു. But the day Jesus resurrected, പക്ഷേ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ my നാളിൽ fallen human being was purchased by the blood of Jesus ആമേൻ, Christ. എന്റെ പാപത്തിൽ വീണ ഈ ജഡരക്തം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി രക്തമുഖാന്തരം വിലയ്ക്ക് വാങ്ങി. I am no longer flesh and blood there. ആമേൻ. ഇനി ഞാൻ പഴയ വീണ ജഡരക്തമല്ല. Those who are in Christ are new creation. ക്രിസ്തുവിൽ ഞാൻ പുതിയ സൃഷ്ടിയായി Come on, മാറിയിരിക്കുകയാണ്. somebody believe that? Give എത്ര God പേർക്കത് glory. പകൽക്കാലം വിശ്വസിക്കുവാൻ I കഴിയും? am a new ഞാൻ creation. ഒരു പുതിയ സൃഷ്ടിയാണ്. And now because of the new creation, ഈ ഒരു പുതിയ സൃഷ്ടി മുഖാന്തരം this spiritual kingdom of God was impossible for me. ആമേൻ, ഈ ഒരു ആത്മീക ദൈവരാജ്യം എനിക്ക് അസാധ്യമായിരുന്നു. But now because I believe in Christ, I can enjoy the kingdom benefits even when I live on this earth. ആമേൻ. ഇപ്പോൾ ഞാൻ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ട് പുതിയ സൃഷ്ടിയായതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ആ ഒരു ദൈവരാജ്യം എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. In the language of insurance, we say living benefits. ആമേൻ. ഇൻഷുറൻസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ലിവിംഗ് ബെനിഫിറ്റ്. There are two kinds of insurances. ആമേൻ. രണ്ട് ടൈപ്പിലുള്ള ഇൻഷുറൻസ് ഉണ്ടല്ലോ. Term insurance and living insurance. ആമേൻ. ടേം ഇൻഷുറൻസ് ഉണ്ട്, ലിവിംഗ് ഇൻഷുറൻസ് Term ഉണ്ട്. insurance, you will just pay money and you will never get money. ആമേൻ. ടേം ഇൻഷുറൻസ് നമ്മൾ പൈസ അടയ്ക്കും, നമുക്ക് തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടില്ല. You will never enjoy the benefit. ആമേൻ. അതിന്റെ ബെനിഫിറ്റ് ഒന്നും നമുക്ക് After ആസ്വദിക്കാൻ your കഴിയില്ല. death, someone else is going to enjoy the benefit. മരണാന്തരത്തിന് ശേഷം മറ്റാരോ ആണ് അതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നത്. Right? That is called term insurance. അതിനെയാണ് ടേം ഇൻഷുറൻസ്. By the way, if you have that, make sure you are not going to enjoy that. ആമേൻ. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പാക്കിക്കോ, അത് നിങ്ങൾക്ക് കിട്ടില്ല. But he
here it's different. പക്ഷെ ഇവിടെ അത് വ്യത്യസ്തമാണ്. My insurance is not a term insurance. എനിക്കുള്ള ഇൻഷുറൻസ് അത് ടേം ഇൻഷുറൻസ് അല്ല. Jesus said, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, if you believe in me, എന്നിൽ വിശ്വസിക്കുമെങ്കിൽ even if you die, നിങ്ങൾ മരിച്ചാലോ you will live. നിങ്ങൾ ജീവിക്കും. It's not a term insurance. അതൊരു ടേം ഇൻഷുറൻസിന്റെ It is a living benefit. അത് ജീവിക്കുമ്പോൾ തന്നെയുള്ള ഒരു ബെനിഫിറ്റ് ആണ്. Somebody need to praise God. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? There was a time I could never enjoy the kingdom benefits. ആമേൻ. ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് ആ ദൈവരാജ്യത്തിന്റെ ബെനിഫിറ്റ്സ് ആസ്വദിക്കുവാൻ But കഴിയാത്ത the കാലം. day I accepted Jesus Christ as my personal savior, പക്ഷേ ഏത് ദിവസമാണോ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി the സ്വീകരിച്ചത്, day when I accepted water baptism, ആമേൻ, ഞാൻ സ്നാനപ്പെട്ട ദിവസം, the day I was justified, ആമേൻ, ആ ദിവസം ഞാൻ നീതീകരിക്കപ്പെട്ടു, the day I was put righteous, ആമേൻ, ഞാൻ നീതീകരിക്കപ്പെട്ടവനായി നിന്നപ്പോൾ from that day ആ ദിവസം മുതൽ I walk in kingdom benefits. ആമേൻ, ഞാനിപ്പോൾ ദൈവരാജ്യത്തിന്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന I വ്യക്തിയാണ്. have healing as inheritance. ആമേൻ. എനിക്ക് സൗഖ്യം അതെന്റെ I have അവകാശമാണ്. blessing as my inheritance. അനുഗ്രഹങ്ങൾ അതെന്റെ അവകാശമാണ്. I walk in victory to victory. ആമേൻ. ഞാൻ ജയത്തിൽ നിന്ന് ജയത്തിലേക്കാണ് Somebody need to നടക്കുന്നത്. praise God എത്ര today. പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ Hey കഴിയും? church, our concept of life should change. ആമേൻ. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റ് തന്നെ We മാറണം. walk from victory to victory. നാം ജയത്തിൽ നിന്ന് ജയത്തിലേക്കാണ് നടക്കുന്നത്. We are not supposed to be a failure. ആമേൻ. നാം തോൽവി ഏറ്റുവാങ്ങേണ്ടവരല്ല. We are not supposed to be downtrodden. ആമേൻ. നാം വീഴ്ത്തപ്പെടേണ്ടവരുമല്ല. Somebody need to believe this. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയും? Because of the resurrection of Jesus Christ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് I മുഖാന്തരം am not a fallen human being, ഞാനൊരു വീണ ഒരു വ്യക്തിയല്ല. but I am a risen person in Christ. ക്രിസ്തുവിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട വ്യക്തിയാണ്. Hallelujah. Hallelujah. How many of you believe that today? എത്ര പേർക്ക് ഇന്നത് വിശ്വസിക്കുവാൻ You കഴിയും? can claim your blessings. ആമേൻ. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് You ഏറ്റെടുക്കാൻ can claim കഴിയും. your blessings. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. Thief comes to steal, to kill and to destroy. ആമേൻ. കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും മറപ്പാനും മുടിപ്പാനും അത്രേ. But Jesus said, പക്ഷെ കർത്താവ് പറഞ്ഞു, I have come ഞാൻ വരുന്നതോ so that you may have life നിങ്ങൾക്ക് ജീവനും and abundance of life. സമൃദ്ധിയായ ജീവനം നൽകുവാൻ Somebody വേണ്ടി. need to praise God today. എത്ര പേർക്ക് ഇത് ദൈവത്തെ If മഹത്വപ്പെടുത്തുവാൻ we believe കഴിയും? in the resurrection of the Lord, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ നിങ്ങൾ Number one വിശ്വസിക്കുന്നുണ്ടെങ്കിൽ thing, ഒന്നാമത്തെ കാര്യം, impossible became possible. അസാധ്യമായ ദൗത്യം അത് സാധ്യമായി തീരും. I could never see or enjoy the kingdom benefits. എനിക്ക് ഒരിക്കലും കാണുവാനോ അനുഭവിക്കുവാനോ കഴിയാത്ത സ്വർഗീയമായ It അനുഗ്രഹങ്ങൾ happened only because of resurrection. അത് ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരം എനിക്കത് അനുഭവമായി. No other religion can teach you this. മറ്റു ഒരു മതങ്ങൾക്കും ഇത് നിങ്ങളെ There പഠിപ്പിക്കാൻ is കഴിയില്ല. nobody who went to death and resurrected. ആമേൻ. മരണത്തിലേക്കൂടെ കടന്നുപോയി ഉയർത്തെഴുന്നേറ്റ മറ്റാരുമില്ല. So that's why I'm saying, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, hallelujah. ഹല്ലേലൂയ. Jesus Christ makes the impossible possible. ആമേൻ. കർത്താവായ യേശുക്രിസ്തു അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. Church, how many of you can say I am saved? ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്? How many of you can say I am saved? Come ആമേൻ. on. എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്? Boldly lift your hands and respond to ആമേൻ. that. ഉറപ്പോടെ കരങ്ങൾ ഉയർത്തി പറ, ഞാൻ I am രക്ഷിക്കപ്പെട്ടതാണ്. saved by the blood of ഞാൻ Jesus. കർത്താവിന്റെ രക്തത്താൽ That വീണ്ടെടുക്കപ്പെട്ടതാണ്. if you are saved, you can enjoy the kingdom of നിങ്ങൾ God. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ ആ സ്വർഗീയ അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാം. That's why Jesus said, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, kingdom of God is at hand. ആമേൻ. ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടല്ലോ. Second thing, രണ്ടാമത്തെ കാര്യം, Christ's resurrection is life changing. ആമേൻ, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ജീവിതത്തെ മാറ്റുന്നതാണ്. So Corinthians never had a doubt that Jesus Christ never resurrected. ആമേൻ. കൊരിന്ത്യ സഭയിൽ ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റത്തെ കുറിച്ച് ഒരു സംശയമില്ലായിരുന്നു. They were completely, they all agreed to that. അതിൽ എല്ലാവരും ഒരുപോലെ അവർ അതിൽ വിശ്വസിച്ചു. So Corinthians only had the issue that whether we will resurrect or not. ആമേൻ. നാം ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കുമോ എന്നൊരു വിഷയത്തിൽ മാത്രമേ അവർക്ക് സംശയമുണ്ടായിരുന്നു. That's why Paul is bringing this second point. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് രണ്ടാമത്തെ ഈ ഒരു കാര്യം പറയുന്നത്. Paul is quoting Isaiah and Hosea. യെശയ്യാ പ്രവാചകന്റെ പുസ്തകവും ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും വാക്യങ്ങളെ എടുത്ത് So പൗലോസ് Isaiah പറയുകയാണ്. 28:8 and Hosea 13:14 says the same thing Yeshaya that you read in 1 Corinthians chapter 15. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:8 ഹോശേയ പ്രവാചകൻ 13:14 ഒരേ കാര്യം തന്നെയാണ് പൗലോസ് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ എഴുതുന്നത്. When you hear this dialogue called death is swallowed up in victory, O death, where is your victory? O death, where is your sting? Is an Old Testament prophecy. ആമേൻ. ജയത്തിൽ മരണത്തെ വിഴുങ്ങിക്കളഞ്ഞു. ഹേ മരണമേ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് നാം കേൾക്കുമ്പോൾ അത് പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ്. What does that mean? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Okay. When everybody believed that Jesus resurrected, ആമേൻ. എല്ലാവരും കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുമ്പോൾ Paul is saying this. പൗലോസ് ഇപ്രകാരം പറയുകയാണ്, That is a model
of what is going to happen to those who believe in Christ. ആമേൻ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സംഭവിക്കാനുള്ള ഒരു ദൃഷ്ടാന്തം അത്രേ എന്ന് പൗലോസ് See, we പറയുന്നു. all say, I don't know what is going to happen after death. ആമേൻ. മരണത്തിന് ശേഷം എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്നും അറിയത്തില്ല, നാം എല്ലാവരും പറയാറുണ്ട്. Paul is asking them, പൗലോസ് അവരോട് ചോദിക്കുകയാണ്, if Jesus did not resurrected, കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ then your faith is of no use. ആമേൻ, പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു അർത്ഥവുമില്ല. If Christ has not resurrected, then you are not saved. ആമേൻ. ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റു ഇല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷയും അതിനൊരു അർത്ഥവുമില്ല. If you are not saved, then there is no hope after death. ആമേൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ മരണത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രത്യാശയുമില്ല. Another thing, your believers, your friends, your family, your dad, mom, grandfather, they all died, and you are believing that they all are in heaven. So if Jesus has not resurrected, they are not in heaven too. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അമ്മ അപ്പന്മാർ നിങ്ങളുടെ മുൻ തലമുറക്കാർ മരിച്ചു, അവർ സ്വർഗത്തിലുണ്ട്. പക്ഷെ ക്രിസ്തയേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ അവർ സ്വർഗത്തിലില്ല. So the basic thing is that if you want to believe that they are in heaven, then you have to believe Jesus is resurrected. And if he is resurrected, then you are also going to resurrect. ആമേൻ. അതിന്റെ ഏറ്റവും ലഘുവായിട്ട് പറയുകയാണെങ്കിൽ അവർ സ്വർഗത്തിലുണ്ടെങ്കിൽ കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കണം. കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുണ്ടെങ്കിൽ നിങ്ങളും ഒരു ദിവസം So ഉയർത്തെഴുന്നേൽക്കും. what is the second point, life changing? ആമേൻ. രണ്ടാമതായി ജീവിതത്തെ മാറ്റുന്ന ആ അർത്ഥം എന്താണ്? When I die, ഞാൻ മരിക്കുമ്പോൾ I know what is going to happen. എന്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. I will be buried. ഞാൻ അടക്കപ്പെടും. Definitely I will be buried. ഞാൻ തീർച്ചയായിട്ടും അടക്കപ്പെടും. Now, the matter of Jesus was a model, so he rose again in third day. ആമേൻ. മൂന്നാമത്തെ രീതിയിലാണ് കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. In that case, ആ ഒരു രീതിയിൽ Paul and Holy Spirit is teaching us. ആമേൻ. പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. If Jesus rose again, ആമേൻ. കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ everybody who believe in Jesus Christ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും they will rise again. അവരും They ഉയർത്തെഴുന്നേൽക്കപ്പെടും. will rise again. അവർ ഉയർത്തെഴുന്നേൽക്കപ്പെടും. Because Jesus Christ was a model for us. ആമേൻ. കാരണം കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മോഡലായി He നിൽക്കുകയാണ്. came into this world, ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു, lived for 33.5 years, 3.5 വർഷക്കാലം ജീവിച്ചു. showed us how to live. നമുക്ക് എപ്രകാരം ജീവിക്കണമെന്ന് കാണിച്ചു തന്നു. He showed us how to die. അവൻ എപ്രകാരം മരിക്കണമെന്ന് കാണിച്ചു He തന്നു. told us death is a reality. മരണം ഒരു യാഥാർത്ഥ്യമെന്ന് കാണിച്ചു തന്നു. But then he also told, എന്നിട്ട് ഇപ്രകാരം കൂടി വിളിച്ചു പറഞ്ഞു, until that day, ആ ദിനം വരെ death had power. ആ മരണത്തിനൊരു ശക്തി ഉണ്ടായിരുന്നു. But on the day of the resurrection of Jesus പക്ഷെ Christ, കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അന്ന് death has no more power. അന്ന് പിന്നെ മരണത്തിനൊരു ശക്തിയില്ല. Because until that day, കാരണം ആ ദിനം വരെ death locked everyone under the earth. ആമേൻ. അന്ന് വരെ മരണം സകലരെയും ഭൂമിക്കുള്ളിൽ അത് വിഴുങ്ങിക്കളഞ്ഞു. Death locked everybody in the grave. ആമേൻ. എല്ലാവരെയും അവരുടെ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തിരുന്നു. But after the death of Jesus പക്ഷെ Christ, കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം he went down, ആമേൻ കർത്താവ് യേശു ഇറങ്ങി got ചെല്ലുവാനിടയായി. the keys of Hades. ആമേൻ. നരകത്തിന്റെ താക്കോൽ വഹിച്ചുകൊണ്ട് He got the keys, ആമേൻ ആ താക്കോൽ വഹിച്ചുകൊണ്ട് unlocked the graves, ആമേൻ ആ കല്ലറയുടെ വാതിലുകൾ took തുറക്കുവാനിടയായി. all the righteous people, എല്ലാം നീതിമാന്മാരെ ചേർത്തുകൊണ്ട് transferred the place from this place to paradise. ആമേൻ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റുവാനിടയായി. And on that day, ആ ദിവസം many other dead bodies arose. ആ ദിവസം മറ്റ് മരിച്ച അനേകർ They were ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. seen in different parts of the city. ആ പട്ടണത്തിൽ അനേക ഇടങ്ങളിൽ അവരെ കാണുവാനിടയായി. This is telling me, ആമേൻ. ഇതെന്നെ ഒരു കാര്യം if വിളിച്ചറിയിക്കുകയാണ്. resurrection is right, ആമേൻ. ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമെങ്കിൽ until that day nobody could lock the chains of grave. ആമേൻ ആ ദിവസം വരെ ആർക്കും മരണത്തിന്റെ വാതിൽ തുറക്കുവാൻ കഴിഞ്ഞില്ല. But Jesus Christ, പക്ഷേ കർത്താവായ യേശുക്രിസ്തു the stone was rolled away. ആമേൻ ആ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റുവാനിടയായി. The dead body began to ആ breathe, മരിച്ച ശരീരം ശ്വസിക്കുവാൻ തുടങ്ങി. rose up again, ആ വീണ്ടും ജീവൻ പ്രാപിക്കുവാനിടയായി. came out of the grave, ആ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് appeared വരുവാനിടയായി. to several people. എന്നിട്ട് അനേകർക്ക് അത് വെളിപ്പെടുവാനിടയായി. And then he said, എന്നിട്ട് ഇപ്രകാരം വിളിച്ചു I പറയുവാനിടയായി, am the resurrection and life. ഞാൻ തന്നെ പുനരുത്ഥാനവും Those who ജീവനുമാകുന്നു. believe in me, എന്നിൽ വിശ്വസിക്കുന്നവർ even if they നിങ്ങൾ die, മരിച്ചാലോ yet they shall live. ആമേൻ, നിങ്ങൾ ജീവിക്കും. Somebody to praise God. എത്ര പേർക്ക് കരങ്ങളെ Give അടിച്ച് God ദൈവത്തെ glory, മഹത്വം honor, and കഴിയും? praise. ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ Give God കഴിയുമോ? glory, honor, and ദൈവത്തിന് praise. മഹത്വം കരേറ്റുവാൻ കഴിയുമോ? What is life changing? എന്താണ് ജീവന്റെ I രൂപാന്തരം? will not be locked in grave forever. ആമേൻ, ഞാൻ എന്നെന്നും ഈ കല്ലറയിൽ അടക്കപ്പെടത്തില്ല. My mom
is in grave, എന്റെ മാതാവ് കല്ലറയിലാണ്. but she will not be in grave. ആമേൻ. പക്ഷേ എന്നേക്കും അവിടെ She is ആയിരിക്കില്ല. with the Lord. ആമേൻ. Your ദൈവത്തോടൊപ്പമാണ്. dear ones are with the Lord. ആമേൻ. നിങ്ങളുടെയും പ്രിയപ്പെട്ടവർ And ദൈവത്തോടൊപ്പമാണ്. what my hope is, എന്റെ പ്രത്യാശയും what ഇതാണ്. your hope should be, നിങ്ങളുടെയും പ്രത്യാശയും ഇത് തന്നെയായിരിക്കണം. even though I might die here, ഞാൻ ഇവിടെ മരിച്ചാലോ, but death's power is gone. ആമേൻ, ഈ മരണത്തിന്റെ ശക്തി പോയി കഴിഞ്ഞു. Definitely I'm going to face death. ആമേൻ. ഞാൻ ഒരു ദിവസം മരണം But നേരിടേണ്ടതാണ്. as Jesus rose again, പക്ഷെ ക്രിസ്തയേശു ഉയർത്തെഴുന്നേറ്റ I പോലെ will rise again. ഞാനും ഒരു നാൾ I ഉയർത്തെഴുന്നേൽക്കും. will rise again. ഞാനും That ഉയർത്തെഴുന്നേൽക്കും. day my corruptible will gain the incorruptible. അന്ന് ദ്രവത്വമുള്ളത് ആ ദ്രവത്വത്തെ എടുക്കും. My perishable will take imperishable. ആമേൻ. മർത്യമായത് അമർത്യമായതാകും. Can somebody praise God എത്ര today? പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ Can somebody കഴിയും? praise God എത്ര today? പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? Hallelujah. ഹല്ലേലൂയ. And the third important thing, മൂന്നാമത്തെ പ്രാധാന്യമുള്ളത്, that was the most important thing. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. You know what is that? എന്താണെന്ന് അറിയാമോ? Resurrection. Reality of resurrection is victory over death. ആമേൻ. മരണത്തിന് മീതെയുള്ള ഒരു ജയമാണ്. I'll tell you what happened. ആമേൻ. എന്താ സംഭവിക്കുന്നത് ഞാൻ Paul പറഞ്ഞുതരാം. is saying, hey, death, where is your victory? പൗലോസ് ചോദിക്കുകയാണ്, മരണമേ നിന്റെ ജയം എവിടെ? Verse 56 says, ആമേൻ. 56-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. come on, let's read this. നമുക്ക് ചേർന്ന് വായിക്കാം. The sting of death is sin. The strength of sin is the law. But thanks be to the Lord who gives us victory through our Lord Jesus Christ. How this happened? Let's visualize it. എന്താണ് സംഭവിച്ചത്? നമുക്കൊന്ന്. So death is shown like a scorpion. ആമേൻ. മരണത്തെ കാണിക്കുന്നത് ഒരു തേളിനെ പോലാണ്. Like a scorpion. ഒരു തേൾ എന്ന രൂപേണയാണ്. It has a sting. അതിന് ഒരു വിഷമുള്ളുണ്ട്. Come on. Are you with me all? ആമേൻ. ശ്രദ്ധിച്ചു കേൾക്കണമേ. So death is like, just visualize a scorpion. ആമേൻ. ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കുക. പാപം അല്ലെ മരണം അതൊരു തേളുന്ന It രൂപേണ. has a sting. അതിനുള്ള വിഷമുള്ളുണ്ട്. Or like mosquito has a sting. ആമേൻ. എപ്രകാരമാണ് ഒരു കൊതുകിന് ഒരു വിഷമുള്ളത്? Up till then, before the death of Jesus Christ, this death came and stunk people, and after every stunk they had died forever. ആമേൻ. ക്രിസ്തയേശുവിന്റെ മരണം ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് വരെ ഈ മരണം വന്ന് എല്ലാവരെയും വിഷമുള്ളം കൊണ്ട് കുത്തുവാനും അവർ മരിക്കുവാനും അതോടെ അവസാനിക്കുവാനും After ഇടയായി. every stunk they die ഓരോ പ്രാവശ്യം കുത്തുമ്പോഴും അവർ മരിക്കും. and die permanently. ആമേൻ. അവർ എന്നേക്കുമായി മരിക്കും. This time this death came and stunk Jesus ഈ Christ. പ്രാവശ്യം ഈ വിഷമുള്ള വന്ന് ക്രിസ്തയേശുവിനെ ഒന്ന് കൊത്തുവാനിടയായി. You know what happened? എന്താ സംഭവിച്ചെന്നറിയാമോ? His tongue was broken that time. ആമേൻ. ആ ദിവസം ആ വിഷമുള്ള ഒടിച്ചു കളയുവാനിടയായി. His tongue was broken as soon as he touched the body of Jesus Christ. That sting was broken. ക്രിസ്തയേശുവിന്റെ ശരീരത്ത് ആ മരണത്തിന്റെ വിഷമുള്ള വന്ന് സ്പർശിച്ചപ്പോൾ തന്നെ അത് ഒടിച്ചു കളയുവാനിടയായി. Do you see that? അത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് കാണുവാൻ കഴിയുന്നു. And that's the reason. അതുകൊണ്ടാണ് The effect was അതിന്റെ ആ ഒരു ശക്തി, Jesus took away that sting. അതിന്റെ ശക്തി കർത്താവ് എടുത്തു കളയുവാനിടയായി. Now this death moves around with a sting, without a sting. ആമേൻ. ഇപ്പോൾ മരണമാണെങ്കിൽ ഊടാടി നടക്കുന്നത് വിഷമുള്ളില്ലാതെയാണ്. And Paul is saying, എന്നിട്ട് പൗലോസ് വിളിച്ചു പറയുകയാണ്, by the way, death, where is your sting? ആമേൻ. മരണമേ നിന്റെ വിഷമുള്ള എന്തിയേ? Oh, you were stinging everybody. ആമേൻ. എല്ലാവരെയും വിഷമുള്ളം കൊണ്ട് ഇന്ന് Where is കുത്തുകയായിരുന്നു. your sting? ഇപ്പോൾ ആ വിഷമുള്ള എന്തിയേ? On the third day, ആമേൻ. മൂന്നാം നാൾ the clear result that Satan or death has lost its sting is, on the third day, Jesus rose again. ആമേൻ. മൂന്നാം നാൾ ക്രിസ്തയേശു ഉയർത്തെഴുന്നേറ്റത് തന്നെ ഈ മരണത്തിന്റെ വിഷമോൾ തകർന്നു എന്നുള്ള ഒരു And പ്രത്യാശയാണ്. that's why Jesus said, അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, those who believe in എന്നിൽ me, വിശ്വസിക്കുന്ന ഏവനോ, those who believe in എന്നിൽ me, വിശ്വസിക്കുന്ന ഏവനോ, even though they അവർ die, മരിച്ചാലും but they shall live അവർ forever. എന്നേക്കും ജീവിക്കും. Because death has lost its sting. കാരണം മരണത്തിന്റെ വിഷമോൾ മാറിപ്പോയി. The death has lost its sting. ആമേൻ. മരണത്തിന്റെ വിഷമോൾ മാറിപ്പോയി. It is a failure. അതൊരു തോൽവിയാണ്. You may ask, brother, even today we die. ആമേൻ. നിങ്ങൾ ചോദിക്കും, സഹോദര, ഇന്നും നാം മരിക്കുന്നുണ്ടല്ലോ. The sting is still there. ആമേൻ. The sting is still there. ആ ഒരു വിഷമോൾ ഇന്നുമുണ്ട്. Let me tell you, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. before the resurrection of Jesus Christ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് മുമ്പേ people died. ആമേൻ, ആൾക്കാർ മരിച്ചു. Nobody came out. ആരും
പുറത്തു വന്നില്ല. But just since from the time of Jesus, ആമേൻ. കർത്താവായ യേശുക്രിസ്തു even ഉയർത്തെഴുന്നേറ്റപ്പോൾ, when Jesus was alive, ആമേൻ, കർത്താവ് ജീവനോടെ ഇരുന്നപ്പോൾ, he raised the dead. ആമേൻ, അനേക മരിച്ചവരെ That's what ഉയർത്തെഴുന്നേൽപ്പിക്കാനിടയായി. Jesus is telling. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു I പറയുന്നത്, am the ultimate victory. ഞാനാണ് അവസാനത്തെ ജയം. Whether I live or die, ഞാൻ മരിച്ചാലും I ജീവിച്ചാലും, have control over death. ആമേൻ, മരണത്തിൻ മീതെ എനിക്കൊരു Now അധികാരമുണ്ട്. those who are in Christ, ആമേൻ, ഇപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്നവർ, we are not dead people, ആമേൻ, നാം മരിച്ചവരല്ല, but we are നാം alive. ജീവനുള്ളവരാണ്. Somebody need to praise എത്ര God. പേർക്ക് ദൈവത്തെ Can you മഹത്വപ്പെടുത്താൻ give up a big കഴിയും? hand to Jesus? കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ If you മഹത്വപ്പെടുത്താൻ believe in കഴിയുമോ? resurrection, ആമേൻ, ഉയർത്തെഴുന്നേൽപ്പിൽ it will വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, make three changes. ആമേൻ, അത് സകല വ്യത്യാസം Impossible becoming possible. അസാധ്യങ്ങളെ സാധ്യമാക്കും. Life-changing നിങ്ങളുടെ event ജീവിതത്തെ മാറ്റും. and a victorious അത് life. ജയം നൽകി തരുന്നതാണ്. That's why we are not scared. അതുകൊണ്ടാണ് നാം ഭയമില്ലാത്തവർ. We are not disappointed. അതുകൊണ്ടാണ് നാം ആണെങ്കിൽ Even though we വിഷമമില്ലാത്തവർ. go through tough നാം times, കഷ്ടതയിൽ കൂടി we കടന്നുപോയാലും, go through death valleys, ആമേൻ, നാം ആണെങ്കിൽ ഇരുട്ടേറിയ we താഴ്വരയിൽ are കൂടി not പോയാലും afraid. നാം ഭയപ്പെടുന്നില്ല. You know why? എന്തുകൊണ്ടെന്നറിയാമോ? One day, കാരണം ഒരു ദിനം the trumpet shall ആ sound. കാഹളം മുഴങ്ങും. The trumpet shall ആ sound. കാഹളം മുഴങ്ങും. Millions of angels coming ആമേൻ, down. ആയിരക്കണക്കിന് ദൂതന്മാർ ഇറങ്ങി നിൽക്കും. On that ആ day, ദിനത്തിൽ, when the roll is called up yonder, ആമേൻ, കാഹളം ധ്വനിക്കുമ്പോൾ I will rise again. ഞാനും വീണ്ടും I will be ഉയർത്തെഴുന്നേൽക്കും. with him. ഞാൻ അവനോടൊപ്പം Only ആയിരിക്കും. church has this great experience. ആമേൻ, ഈ ഒരു അനുഭവം Only സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. church has this ആമേൻ, experience. സഭയ്ക്ക് മാത്രമേ ഈ അനുഭവം ഉള്ളൂ. Shabbat